76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാജ്യം ഡൽഹി കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപതി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങുകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലാണ് രാജ്യമുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോൾ കർത്തവ്യപഥിൽ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. രാജ്യം അതിൻ്റെ ഏറ്റവും പ്രൗഢോജ്വലമായ ഒരു ആഘോഷം തന്നെയാണ് ഇന്ന് ഈ കർത്തവ്യപഥിൽ നടന്നത്. രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അതിന് പിന്നാലെ 10:30 രാഷ്ട്രപതി ഭവനിൽ നിന്ന് 6 കുതിരകളെ പൂട്ടിയ രഥത്തിൽ രാഷ്ട്രപതി കർത്തവ്യപഥിലെത്തി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. അതിനുശേഷമാണ് പിന്നീട് ഈ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നത്. ആദ്യം ഗൺ സല്യൂട്ട് സ്വീകരിച്ചു രാഷ്ട്രപതി. തുടർന്ന് വിവിധ സേനകൾ കര, വ്യോമ, നാവിക സേനകൾ അഭിവാദ്യം അർപ്പിച്ചു. അഭിവാദ്യം രാഷ്ട്രപതി സ്വീകരിച്ചു. തുടർന്ന് ഈ വിവിധ ആയുധങ്ങളടക്കം അണിനിരത്തിക്കൊണ്ടുള്ള സേനയുടെ പരേഡ് നടന്നു. പിന്നാലെ വിവിധ കലാകാരന്മാർ, ഏതാണ്ട് 1500ഓളം കലാകാരന്മാർ അണിനിരന്ന ഒരു കലാ പ്രകടനവും നടന്നു. പിന്നാലെയാണ് വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ വന്നത്. 16 സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഒക്കെയായി 31 നിശ്ചല ദൃശ്യങ്ങളാണ് രാജ്യത്തിൻ്റെ സാംസ്കാരികവും ഈ ഭൂമിശാസ്ത്രപരവുമായും ഒക്കെയുള്ള വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന ആ പ്ലോട്ടിൽ അണിനിരുന്നത്. അത്തരത്തിൽ വലിയ ഒരു ആഘോഷം തന്നെയാണ് ഇന്ന് നടന്നത്. ശരി ആന്റണി.